ഹേയ്, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ. ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ, അല്ലെങ്കിൽ വിളിക്കൂ. ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. എല്ലാ വർഷത്തെ പോലെയും നമ്മൾ ഈ വർഷം കാളിയാർ റോഡ് നേർച്ച വളരെ ഭംഗിയായി ആഘോഷിക്കാൻ അതിൻ്റെ കാര്യപരിപാടികൾ വിവരിക്കാനും ഉദ്യോഗസ്ഥ തലത്തിലും മറ്റും നിർദ്ദേശങ്ങൾ നൽകുവാനാണ് നമ്മളിവിടെ യോഗം കൂടിയിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം 65ഓളം നേർച്ച വരവുകളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 65 പ്രാവശ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞാലാണ് ബാക്കി എത്ര പേരും കൂടി കൂടും കുറയും എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മളെ IP അദ്ദേഹം ലീവിലായ കാരണം അദ്ദേഹം പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ACP അദ്ദേഹവും. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ DJ പരിപാടി. ഗവൺമെൻറ് അലോവ്ഡ് സൗണ്ട് മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞത്. എങ്കിലും DJ ഇല്ലാത്ത പരിപാടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. DJ ഉണ്ടായാലാണ് ഒരു ഉഷാറുള്ള ചെറുപ്പക്കാർക്കൊക്കെ എന്നുള്ളതുമുണ്ട്. അപ്പോൾ എന്തായാലും 10 മണി വരെ ആ ശബ്ദം നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ദൂരത്തുനിന്ന് വരികയാണ്, പഴയന്നൂരിൽ നിന്ന് വരികയാണ്, മുള്ളൂർക്കരയിൽ നിന്ന് വരികയാണ്, അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നാലും 10 മണിയാവുന്ന എവിടെ വെച്ചാണോ അവിടെ വെച്ച് നമ്മൾ ഈ സൗണ്ട് സിസ്റ്റം ഓഫ് ചെയ്തിരിക്കും. അതിന് എല്ലാ വരവും നേർച്ച വരവിൻ്റെ ആൾക്കാരും പോലീസിനോട് സഹകരിക്കണം. ഒന്നാമത്തെ കാര്യമാണത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പഴയന്നൂർ ഭാഗത്തുനിന്ന് വരുന്നത് ആലിഞ്ചോടിൻ്റെ അപ്പുറത്താണ് പാർക്കിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 4 മണി വരെയാണ് നമ്മളെ ബസ്സുകൾ, വലിയ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. അതുപോലെ തന്നെ ചേലക്കര ഭാഗത്തുനിന്ന് വരുന്നത് പനകുറ്റി അപ്പുറത്തുനിന്ന് ആ പാടത്താണ് പാർക്കിംഗ് നിർദ്ദേശിക്കുന്നത്. അവിടെ നിന്നും 4 മണി കഴിഞ്ഞാൽ കാളിയാറോട് പള്ളിയുടെ ഭാഗത്തേക്ക് ഒരു വാഹനവും കടത്തിവിടില്ല. 4 മണി വരെ ബസ്, പിന്നെ ചെറു വാഹനങ്ങളൊന്നും 4 മണിക്ക് ശേഷം കടത്തിവിടില്ല. അപ്പോൾ പലരും വന്ന് പറയുന്ന ഒരു സംഗതിയാണ്, എൻ്റെ വീട് അപ്പുറത്താണ്, ഇപ്പുറത്താണ്, എനിക്ക് ഈ സാധനം കൊണ്ടണം, ആ സാധനം കൊണ്ടണം, മറ്റു കാര്യങ്ങളെന്ന് വെച്ചു. എല്ലാ സംഘടന അതിൻ്റെ ഭാരവാഹികളും ശ്രദ്ധിക്കുക. 4 മണി കഴിഞ്ഞാൽ ഒരു വാഹനം അലൗഡല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി പറഞ്ഞാൽ 7 മണിക്കൂറാണ് നമ്മളുടെ ഈ മെയിൻ പാത ബ്ലോക്ക് ചെയ്തത്, അനധികൃതമായിട്ട് പാർക്ക് ചെയ്തത് കാരണം. അതിൻ്റെ ഇടയിൽ 2 ആംബുലൻസ് കടന്നു പോകേണ്ട സാഹചര്യം വന്നു. ഞങ്ങൾ പോലീസിൽ എല്ലാവരും കൂടി പണിപ്പെട്ടിട്ടും സംഘാടകരും എല്ലാവരും കൂടിയിട്ടാണ് ആ ആംബുലൻസ് എങ്ങനെയൊക്കെയോ കടത്തിവിട്ടത്. അപ്പോൾ അത് സംഘടനകളിൽ ഈ സംഘാടകരും നാട്ടുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4 മണി കഴിഞ്ഞാൽ പഴയന്നൂർ ഭാഗത്തുനിന്നും ചേലക്കര ഭാഗത്തുനിന്നും ഒരു വണ്ടിയും ഈ 2 പാർക്കിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിടില്ല. അത്രയും അത്യാവശ്യമുള്ളത് സംഘടനകൾ, ഭാരവാഹികളും കേന്ദ്ര കമ്മിറ്റി അവർ പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേക നിർദ്ദേശം തന്നാൽ മാത്രമേ കടത്തിവിടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മളെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ആനയുടെ കാര്യം. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം കൂടി അദ്ദേഹം വിട്ടുപോയി. അതായത് ഭാരവാഹികൾ, ആനയുള്ള ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പാപ്പാന്മാർ ഒരിക്കലും മദ്യപിക്കുന്ന സാഹചര്യത്തിൽ കാണരുത്. പാപ്പാന്മാർ മദ്യപിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം 2-3 ഇഷ്യൂ ഉണ്ടായി. അത് പോലീസ് ഇടപെട്ടിട്ടാണ് നിർത്തിയത്. അപ്പം അതുകൊണ്ട് ഓരോ പാർട്ടികളും കൊണ്ടുവരുന്ന ആനകളുടെ പാപ്പാന്മാർ മദ്യപിക്കുന്നില്ല എന്ന് അവരവരുടെ ഭാരവാഹികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അത് മസ്റ്റായിട്ട് നിങ്ങളത് നിർദ്ദേശം പാലിച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തത്, ഈ വരുന്ന 2 ഭാഗത്തു നിന്നും വരുന്ന നേർച്ചകൾ നമ്മളെ മെയിൻ പള്ളി ആ റോഡിൽ കമാനം കിട്ടി അവിടെ വന്നിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അവർ പാടും. ആ പരിപാടി ഈ വർഷം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം 2 പാട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് പാട്ടാണെങ്കിലും കളിയാണെങ്കിലും 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നേർച്ചകൾ പള്ളിയുടെ ഈ വഴിയിലേക്ക് ഇറങ്ങണം. ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പാടാൻ പാടില്ല, അത് പാടിക്കൊണ്ട് വരണം.
എന്നിട്ട് നമ്മൾ ഈ ഖബർസ്ഥാനിൽ, അതായത് അപ്പം കൊടുക്കുന്ന ഭാഗത്ത് വന്നാൽ 5 മിനിറ്റ് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കളി, എന്തായാലും 5 മിനിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു തർക്കമുണ്ടായി. ഒരു പാട്ട് പാടി കഴിഞ്ഞ് അവരെവിടുന്നോ കൊണ്ടുവന്ന ദഫ് മുട്ടുകാരാണ്, അവർക്ക് 10 മിനിറ്റ് കളിക്കണം, അനുവദിച്ചില്ല. അതിന് പിന്നെ പിണങ്ങിപ്പോയി എന്നുണ്ട് സംഘടനകൾ. പിണങ്ങിപ്പോയാൽ പോലീസിന് പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് ഭംഗിയായി നടത്താം എന്നുള്ളതാണ് പോലീസിന്റെ, നമ്മളെ കമ്മിറ്റി ഭാരവാഹികളുടെ എയിം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 8 മണിക്ക് ചേലക്കരയിൽ നിന്നും പഴയന്നൂരിൽ നിന്ന് വന്ന പോലീസുകാർ ഡ്യൂട്ടി എടുത്തിട്ട് തലേദിവസം 8 മണിക്ക് ഇടാം, പിറ്റേ ദിവസം പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് ഞങ്ങളും പോയത് 8:15-നാണ്. നേരം വെളുത്ത് 8:15-നാണ് പോയത്. അതുവരെ നേർച്ച വരവുണ്ടായിരുന്നു. അത് 10-15 മിനിറ്റ് അവിടെ നിന്ന് കൊട്ടിയത് കാരണമുള്ള നേരം വെളുക്കോളം നിന്നത്. അതായത് 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഡ്യൂട്ടിയാണ് ഉദ്യോഗസ്ഥന്മാരിവിടെ ചെയ്യുന്നത്. അതുവരെ പള്ളിക്കാരും നമ്മുടെ പ്രസിഡന്റൊക്കെ നിന്ന് ഉറങ്ങുന്നതുണ്ട് 7 മണി 7:30 അപ്പൊ അതുകൊണ്ട് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊട്ടുകയോ പാടുകയോ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് 5 മിനിറ്റ്. പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറഞ്ഞ നേരത്തെ, പാർക്കിങ്ങിന്റെ 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് കടത്തിവിടില്ല എന്ന്. ഈ 4 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധമായിട്ട് വല്ല വണ്ടി, ഇപ്പൊ ഇഷ്ടംപോലെ വീടുണ്ട്, കാര്യങ്ങളുണ്ട്, ആ വീട്ടുകാർ ആദ്യം ശ്രദ്ധിക്കുക. അവിടെ ഇല്ലാത്തവരുടെ അടുത്ത് പറഞ്ഞു മെസ്സേജ് കൊടുക്കുക. 4 വീലർ ഒരിക്കലും 4 മണിക്ക് ശേഷം പുറത്തെടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിപാടി സുഗമമായി നടത്തിക്കുന്നതിന് റോഡ് നമുക്ക് ഫ്രീ ആയിരിക്കണം. ഈ റോഡ് ഫ്രീ ആവണമെങ്കിൽ എല്ലാ വണ്ടികളും ഒരാൾക്ക് പുറത്തിറങ്ങുന്ന ഒരു കാറും കൊണ്ടാണ്. അതേപോലെ എല്ലാ വീട്ടിലും ഇപ്പൊ കാറുണ്ട്, എല്ലാവരും ഓരോരുത്തരും കാറും കൊണ്ട് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് മാക്സിമം ഈ പാർക്കിങ്ങിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ സഹകരിക്കണം, പോലീസിനോടും കമ്മിറ്റിക്കാരോടും സഹകരിക്കണം. പിന്നെ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നമ്മൾ ഈ നേർച്ച വരുന്നത് ഒരു സൈഡ് ഒന്ന് ഒതുക്കി, ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്ന രീതിയിൽ നേർച്ച കൊണ്ടുവരുന്ന അത് വളരെ നന്നായിരിക്കും. കാരണം എല്ലാവരും പരന്നിട്ടാണ് വരുന്നത്. ആനയാണെങ്കിലും കൊട്ടാണെങ്കിലും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഒരു വണ്ടി പോകേണ്ട സ്ഥലം എല്ലാ കമ്മിറ്റിക്കാരുടെ ഭാരവാഹികളെ ശ്രദ്ധിക്കണം. അവർ അതിൻ്റെതായ ബാഡ്ജ് ധരിക്കണം. ആ ബാഡ്ജ് ധരിച്ചവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ള വണ്ടിക്കാരും ആൾക്കാരും കേൾക്കും. നിങ്ങൾ എല്ലാവരും വന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ബാഡ്ജ് ധരിക്കണം തീർച്ചയായിട്ടും. ആ ബാഡ്ജ് ധരിച്ചവർ വന്ന് ഒരു ഭാഗം, ഒരു സൈഡ് കവർ ചെയ്ത് പോകാൻ പറയണം. നമ്മൾക്ക് നേർച്ച മാത്രമല്ല, പല അത്യാവശ്യ കാര്യങ്ങൾക്കും പല ആൾക്കാരും റോട്ടിലിറങ്ങുന്നു. ഇതിൽ കൂടെ കടന്നു പോകുന്ന പല ആൾക്കാരുണ്ടാവും, നേർച്ച അറിയാതെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് സഹകരിക്കണം. എല്ലാവിധ സഹകരണവും പോലീസിന്റെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനായിട്ടും പഴയന്നൂർ പോലീസ് സ്റ്റേഷനായിട്ടും ചേലക്കര പോലീസ് സ്റ്റേഷനായിട്ടും ഭാരവാഹികൾ കോൺടാക്ട് ചെയ്യണം. ഇത്രയാണ് പോലീസിന്റെ ഭാഗത്ത് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി. ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും. ഒപ്പം പ്ലാന്റിങ്ങിന് സ്ഥലമെടുക്കുകയും ചെയ്യുന്നു. ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി, മേപ്പാടം, ചേലക്കര. ഫോൺ 8848581955 9074295770.